നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനം ആരംഭിച്ചു. തമിഴ്നാടിന്റെ എതിർപ്പ് തള്ളി മുല്ലപ്പെരിയാറിൽ 12 മാസത്തിനുള്ളിൽ സമഗ്ര സുരക്ഷാ പരിശോധന. ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ഇന്ന് തിരിക്കും. സെബിയുടെ മുഴുവൻ സമയാംഗം ICICI ബാങ്കിൽ നിന്ന് ശമ്പളം വാങ്ങി. മാധവിക്കെതിരെ കോൺഗ്രസ്. യുക്രൈനിൽ മിസൈൽ വർഷവുമായി റഷ്യ. കീവിനെ ഉലച്ച സ്ഫോടനങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനം ആരംഭിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്ത്യൻ സമയം രാവിലെ 9:50 ജക്കാർത്ത സുകർണോഹട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിച്ചേർന്നത്. ജക്കാർത്തയിൽ സൈനികർ ഉൾപ്പെടെയുള്ളവരുടെ വരവേൽപ്പോടെയാണ് ഫ്രാൻസിസ് പാപ്പയെ സഭാ നേതൃത്വവും സർക്കാർ നേതൃത്വവും സ്വീകരിച്ചത്. ഇന്നലെ റോമിൽ നിന്ന് യാത്ര തിരിച്ച പാപ്പ 13 മണിക്കൂർ വിമാനയാത്ര പിന്നിട്ടാണ് ജക്കാർത്തയിൽ എത്തിച്ചേർന്നത്. വിമാനത്തിൽ പരിശുദ്ധ പിതാവ് തനിക്കൊപ്പമുള്ള മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്തിരുന്നു. ഇന്ന് പാപ്പയ്ക്ക് മറ്റ് പരിപാടികൾ പങ്കെടുക്കുന്നില്ല. 2020 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തീരുമാനിച്ചിരുന്നത്. എന്നാൽ COVID-19 മഹാമാരിയെ തുടർന്ന് യാത്ര റദ്ദാക്കുകയായിരുന്നു. വത്തിക്കാനും ഇന്തോനേഷ്യൻ സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സെപ്റ്റംബർ മാസത്തേക്ക് സന്ദർശനം ക്രമീകരിക്കുവാൻ തീരുമാനിച്ചത്. ഇന്തോനേഷ്യൻ ദ്വീപ് സമൂഹത്തിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയത് പോൾ 6 മാർപ്പാപ്പയായിരുന്നു. 1970 ഡിസംബർ 3 സന്ദർശനം. 1989 ഒക്ടോബർ 8 മുതൽ 12 വരെ ജോൺ പോൾ 2 മാർപ്പാപ്പയും ഇന്തോനേഷ്യ സന്ദർശിച്ചിരുന്നു. വടക്കൻ സുമാത്ര, ജാവ ഉൾപ്പെടെയുള്ള മേഖലകളിലും ജോൺ പോൾ 2 മാർപ്പാപ്പ അന്ന് സന്ദർശനം നടത്തിയിരുന്നു. അപ്പോസ്തോലിക യാത്രയ്ക്ക് മുന്നോടിയായി സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ റോമിലെ സാന്താ മരിയ മജോറെ ബസിലിക്കയിൽ പ്രാർത്ഥിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയിരുന്നു. തികച്ചും സ്വകാര്യമായ ആത്മീയ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് പാപ്പ എത്തിയത്. ബസിലിക്കയിലെ സാലൂസ് പോപ്പുലി റൊമാനി എന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. 28 കോടിയോളം വരുന്ന ജനസംഖ്യയുടെ 87.02% ആളുകളും ഇസ്ലാം മതം പിന്തുടരുന്നവരാണ്. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 3% മാത്രമാണ് കത്തോലിക്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനം ഇന്നു മുതൽ 5 വരെ നടക്കും. ഉഭയകക്ഷി ചർച്ചകൾക്കായി ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനുള്ള പദ്ധതികൾ ബ്രൂണൈ സുൽത്താൻ ഹസ്നൽ ബോൾക്കിയുമായി മോദി ചർച്ച ചെയ്യുമെന്നാണ് വിവരം. 6 വർഷത്തിനു ശേഷം സിംഗപ്പൂർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ കമ്പനി മേധാവികളുമായും ചർച്ച നടത്തുന്നുണ്ട്. ആരോഗ്യം, നൈപുണ്യശേഷി, ഡിജിറ്റൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൈകോർക്കാനുള്ള പദ്ധതികൾക്ക് ധാരണയുണ്ടാകുമെന്നാണ് വിവരം. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, S ജയശങ്കരൻ, പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ് എന്നിവരുടെ മന്ത്രിതല സംഘം കഴിഞ്ഞയാഴ്ച സിംഗപ്പൂരിലെത്തി പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യയും ബ്രൂണയും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനമെന്ന് മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബ്രൂണയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയായിരിക്കും ഇത്. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ബുധനാഴ്ച പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്ക് തിരിക്കും. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി മോദിയുടെ സിംഗപ്പൂർ സന്ദർശനം. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അലങ്കോലമാക്കിയത്. പകൽ സമയത്ത് പ്രശ്നമില്ലായിരുന്നുവെന്നും രാത്രി പൂരമാണ് നിർത്തിയതെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ. പൂരം കലക്കിയതിന്റെ ഗുണഭോക്താക്കളാണ് പൂരം കലക്കിയതിന് പിന്നിൽ. നേതൃത്വം കൊടുത്തതാരായാലും പുറത്തു വരണം. ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് നേരിട്ടറിയില്ല. അൻവർ പറഞ്ഞ വിവരമേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥി RSS നേതാക്കൾക്കൊപ്പമാണ് വന്നത്. പൂരം കലക്കിയത് യാദൃശ്ചികമായല്ല. പോലീസ് മാത്രമല്ല, പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും പങ്കുണ്ട്. അന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം. പൂരം കലക്കിയത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല. പൂരം കലക്കിയതിന് ഇരയാക്കപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് താനെന്നും സുനിൽകുമാർ പറയുന്നു. BJP സ്ഥാനാർത്ഥിയെ രാത്രി ആംബുലൻസിലെത്തിച്ചത് യാദൃശ്ചികമല്ല. ആരാണ് പിന്നിലെന്ന പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. ADGPയെ ബന്ധപ്പെടുത്തി ഒരു കമന്റ് പറയാനില്ല. തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് CPIയുടെ ആവശ്യം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും.
റിപ്പോർട്ട് പുറത്തുവിട്ടാലേ ചേരയാണോ മൂർഖനാണോ എന്നറിയൂവെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. അതേസമയം ADGP അജിത് കുമാറിനെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. PV അൻവർ MLA വെളിപ്പെടുത്തൽ മൊഴിയായി പരിഗണിച്ച് പൂരം കലക്കിയെന്ന ആരോപണത്തിന് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതി അഭിഭാഷകൻ VR അനൂപ് പരാതി നൽകിയത്. അജിത് കുമാറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. കേരള പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിൽ MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിനിടയിലാണ് ഈ പരാതി. അതിനു പിന്നാലെയാണ് അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി PV അൻവർ വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയത്. സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയുമായാണ് MLA വാർത്താ സമ്മേളനം നടത്തിയത്. രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്. ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാനടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ, ഈ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ പൂരം അലങ്കോലമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്, ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു, അതിന് അലങ്കോലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ്, അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാകും. ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിൻ്റെ കലക്കിയതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് പുറത്തു വരണമല്ലോ. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും. അപ്പോൾ ഇനിയും പൂരം വരാൻ പോവാണ്. തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ആ തൃശ്ശൂർ പൂരം ഇലക്ഷൻ്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരമായൊരു കാര്യമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തവരാരായിരുന്നെങ്കിലും അത് പുറത്തു വന്നാൽ മതിയാവും. അത് എനിക്കതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഞാനിപ്പോൾ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനിപ്പോൾ പറ്റില്ല. പോലീസിൻ്റെ കൃത്യവിലോപം ഉണ്ടായിരുന്നു. പോലീസിൻ്റെ കൃത്യവിലോപം രാവിലെ വരെ കൃത്യവിലോപം ഉണ്ടായിട്ടില്ല. രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവുമെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ശരി, അവിടെ പോലീസിനെതിരെ ആണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത്. അല്ല, ഇത് പൂരത്തിൻ്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിട്ടില്ല. എല്ലാ കൊല്ലം പൂരം നിങ്ങളിപ്പോൾ തൃശ്ശൂർ പത്രക്കാരെന്ന നിലയിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പിന്നെ പലപ്പോഴും കലക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം. പൂരം തടയാൻ പാടില്ല, പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത്? ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ച ആരാണ് മേളം നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ടാൻ തീരുമാനിച്ചത്? ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടാണോ? അതല്ല ഒരു വികാരപരമായി ഉണ്ടായൊരു കാര്യമാണോ? അതല്ല അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ പൂരം വിവാദം എത്രത്തോളം നെഗറ്റീവായിട്ടുണ്ട്? അല്ല, പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. കാരണം ആ രീതിയിലാണല്ലോ അപ്പോൾ നിങ്ങൾ പത്രമാധ്യമങ്ങളടക്കം പൂരത്തിൻ്റെ പിന്നിൽ, പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായല്ലോ. സത്യമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു? VS സുനിൽകുമാർ എന്ന പോലെ ഞാനിവിടുത്തെ MLA ആയിരുന്നു, മന്ത്രിയായ സമയത്തും അതിന് മുമ്പും ഇപ്പോഴും തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നോ ഞാൻ? അല്ല, ഞാൻ എന്നും പൂരത്തോടൊപ്പം നിന്നിട്ടില്ല, നാളെയും പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അതിൻ്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അന്നത്തെ പൂരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകളുടെ ചർച്ച ഉണ്ടാകുന്നു. അതിൻ്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു. ആ പ്രചരണം പിന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അവരതിനു വേണ്ടി അതിൻ്റെ പിന്നിൽ ഞാൻ ചോദിക്കുന്നത് 2:45 മണി നേരത്ത് ഞാനവിടെ വരുന്ന 3:45 നേരത്തെ എത്തുന്നത് 2:45-3 മണി നേരത്ത് പിന്നെ BJP സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു. RSS നേതാക്കന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല, അത് സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലെ അവശിഷ്ടങ്ങൾ മറ്റൊരു ദുരന്തമായി മാറിയേക്കാമെന്ന് ഐസർ മൊഹാലിയിലെ ഗവേഷകർ. തുലാമഴ അതിശക്തമായി പെയ്താൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും കുത്തിയൊലിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. പുഞ്ചിരിമട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിടുക്കിൽ തങ്ങി ഡാമിംഗ് ഇഫക്ട് ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് ഐസർ മൊഹാലിയുടെ പഠനത്തിലുള്ളത്.
മഴ കനത്താൽ മറ്റൊരു ഉരുൾപൊട്ടലുണ്ടാകുമെന്നും ഐസർ മൊഹാലിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി കൂട്ടിയത് ഡാമിംഗ് എഫക്റ്റ് അഥവാ അണക്കെട്ട് പ്രതിഭാസമെന്നാണ് ദുരന്തഭൂമി സന്ദർശിച്ചു പഠിച്ച വിദഗ്ധരെല്ലാം വിലയിരുത്തിയത്. ഒലിച്ചിറങ്ങുന്ന കല്ലും മണ്ണും മരവും പാറയും വഴിയിൽ അടഞ്ഞുകൂടി വീണ്ടും പൊട്ടിയൊലിക്കുന്നതിനെയാണ് ഡാമിംഗ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. തുലാമഴ പടിവാതിൽക്കൽ നിൽക്കെ പെരുമഴ പെയ്താൽ ഇതെല്ലാം പ്രതീക്ഷിക്കാമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ്. ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനത്ത് വലിയ പാറകൾ ഇളകി നിൽപ്പുണ്ട്. അതുമാത്രമല്ല, പുഞ്ചിരിമട്ടത്തിന് തൊട്ടുമുകളിലായി ഇക്കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തെളിഞ്ഞു വന്നൊരു വീതി കുറഞ്ഞ പാറയിടുക്കുണ്ട്. കുത്തിയൊലിച്ചെത്തിയ ഉരുൾ ഇവിടെ വന്നടിയാം. ഒലിച്ചിറങ്ങി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ടതിന് പകരമാണ് ഇത്തരം ഇടുക്കിൽ ഉരുൾ അടിയുന്നത്. നിമിഷനേരം കൊണ്ട് മർദ്ദം താങ്ങാതെ ഇവിടെ അണക്കെട്ട് പൊട്ടും പോലെ സംഭവിക്കാം. ഇത് മുന്നിൽ കണ്ട് മതിയായ മുൻകരുതൽ എടുക്കണമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ശനിയാഴ്ച ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നുവെന്നതുകൂടി പരിഗണിക്കുമ്പോഴാണ് ഐസർ മൊഹാലിയുടെ പഠനം പ്രാധാന്യമർഹിക്കുന്നത്. 2020 ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ ഇതേ നദീതടത്തിലുണ്ടായിരുന്നു. ഇതും ജൂലൈ 30 ഉരുൾപൊട്ടലിന്റെ ശക്തി കൂട്ടാൻ വഴിവെച്ചിട്ടുണ്ടാകാം എന്ന് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നു. ഇതിനോടുകൂടി ചേർത്തു വായിക്കണം ഐസർ മൊഹാലിയുടെ പഠനം. പെട്ടിമുടി ദുരന്തത്തിന്റെ 35 ഇരട്ടി ആഘാതം കൂടിയാണ് ഇക്കഴിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലെന്നും പഠനത്തിലുണ്ട്. ചാലിയാറിലെ വെള്ളത്തിൽ ഉരുൾ അവശിഷ്ടങ്ങളുടെ കലർപ്പ് വളരെ കൂടുതലായിരുന്നു. പെട്ടെന്ന് കടലിലേക്ക് ഒഴുകിപ്പോയതിനാൽ പുഴയിലെ ജീവികളെ കാര്യമായി ബാധിച്ചിട്ടില്ല. നിലവിൽ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും സുരക്ഷിത താമസ സ്ഥലങ്ങൾ ഉണ്ടോ എന്നടക്കം പരിശോധിക്കുമ്പോഴാണ് മറ്റൊരു ദുരന്ത സാധ്യത ഐസർ പ്രവചിക്കുന്നത്. ഡോക്ടർ സജിൻ കുമാർ, ഡോക്ടർ യൂനുസ് അലി പുൽപ്പാടൻ, പ്രൊഫസർ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം. ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകളുമായി യുക്രൈൻ തലസ്ഥാനം ലക്ഷ്യമിട്ട റഷ്യൻ ആക്രമണം. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് കീവ് ഉന്നമിട്ട 10 ക്രൂസ് മിസൈലുകളും 10 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണും റഷ്യ പ്രയോഗിച്ചത്. ഇവയെല്ലാം യുക്രൈൻ സേന തകർത്തെങ്കിലും കീവിലെമ്പാടും ഇടതടവില്ലാതെ സ്ഫോടന ശബ്ദം മുഴങ്ങിയതോടെ ജനം ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടി. തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച കീവിൽ വിവിധയിടങ്ങളിലായി 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിൽ പലയിടങ്ങളിലും തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. വേനലവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിൽ തിരികെ എത്തുന്ന സാഹചര്യത്തിലാണ് റഷ്യ പിടിമുറുക്കുന്നത്. ഹർക്കീവിലും ആക്രമണമുണ്ടായി. പാർപ്പിട സമുച്ചയത്തിന് തീപിടിച്ചു. യുക്രൈന്റെ പ്രത്യാക്രമണം റഷ്യൻ മേഖലകളിലും നാശമുണ്ടാക്കി. യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള ബിൽഗറേദിലെ മിസൈൽ ആക്രമണത്തിൽ ശിശു സംരക്ഷണ കേന്ദ്രം തകർന്നു. മേഖലയിലെ സ്കൂളുകൾ പലതും ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയതായി അധികൃതർ അറിയിച്ചു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി യുക്രൈന്റെ 158 ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ സേന അറിയിച്ചു. ഇതിൽ 2 എണ്ണം മോസ്കോ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. ഇതിനിടെ കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസിൽ റഷ്യ അതിവേഗം മുന്നേറുന്നതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. യുക്രൈന്റെ 18% ഇപ്പോൾ റഷ്യൻ സേന കയ്യേറി കഴിഞ്ഞു. പ്രധാനമായും പ്രോക്കോവ്സ്ക് നഗരം ലക്ഷ്യമിട്ടാണ് കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ നീക്കം. അതിനിടെ ബന്ദി പ്രശ്നത്തിന്റെ പേരിൽ ഇസ്രായേലിൽ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് അവസാനിപ്പിക്കണമെന്ന് ലേബർ കോടതി ഉത്തരവിട്ടു. തിങ്കളാഴ്ചത്തെ വിധിയിൽ കോടതി സർക്കാരിനൊപ്പം നിന്നു. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോടതി പറഞ്ഞു. ഗാസയിൽ ബന്ദികളാകപ്പെട്ടവരെ തിരിച്ചെത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേലിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഹമാസ് തീവ്രവാദികളുടെ കസ്റ്റഡിയിലായിരുന്ന 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് വീണ്ടെടുത്തിരുന്നു. ബന്ദികൾ കൊല്ലപ്പെട്ടതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് അറസ്റ്റിലായി. അഴിമതി കേസുമായി ബന്ധപ്പെട്ട് CBI ആണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആർജിക്കറിലെ അഴിമതി അന്വേഷിക്കുന്ന CBI വിഭാഗം നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പാലിനെ കുറ്റകരമായ ഗൂഢാലോചന, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. അഴിമതി കേസിൽ സന്ദീപ് ഘോഷിനെ CBI സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. നേരത്തെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊല അന്വേഷിക്കുന്ന CBI സംഘം സന്ദീപ് ഘോഷിന്റെ നുണപരിശോധന നടത്തി. തുടർച്ചയായ 10 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളും ഘോഷ് മറച്ചുപിടിക്കുന്നെന്ന് ബോധ്യമായതിനാലായിരുന്നു നുണപരിശോധന. ആരോപണ വിധേയനായ ഡോക്ടറെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവം മറച്ചുവെക്കാൻ പ്രിൻസിപ്പൽ ശ്രമിച്ചെന്നും ആത്മഹത്യയാണെന്നാണ് ആദ്യം വിശദീകരിച്ചതെന്നും PG ഡോക്ടറുടെ കുടുംബമടക്കം ആരോപിച്ചിരുന്നു.
കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. ഓഗസ്റ്റ് 9-നായിരുന്നു വനിതാ PG ട്രെയിനി ഡോക്ടർ കൊല്ലപ്പെടുന്നത്. തുടർന്ന് ഓഗസ്റ്റ് 12-ന് തന്നെ ഡോക്ടർ സന്ദീപ് ഘോഷ് തൽസ്ഥാനത്തു നിന്ന് രാജിവെച്ചു. സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ രാജി. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ സഞ്ജയ് റായിയുടെ നുണപരിശോധന വിശദാംശങ്ങൾ പുറത്തുവന്നത്. നുണപരിശോധനയിൽ സഞ്ജയ് നിരപരാധിത്വം തെളിയിച്ചതായി അഭിഭാഷകയായ കവിത ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു. നിരപരാധിയായ തന്നെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് സഞ്ജയ് പറഞ്ഞതായും അഭിഭാഷക പറഞ്ഞു. PV അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും ഗൗരവമായി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോപണങ്ങൾ സർക്കാരും പാർട്ടിയും പരിശോധിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെല്ലിന്റെ ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ചയാളെ കോൺഗ്രസ് പുറത്താക്കുകയാണ് ചെയ്തതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾക്കറിയാം. ആ പത്രസമ്മേളനത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്തതായിരുന്നു, ഇന്നലത്തെ പത്രസമ്മേളനത്തോടു കൂടി ഇതിന്റെ 1-ാം ഘട്ടം അവസാനിച്ചെന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു. അതിനുശേഷമേ ഇനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോടും പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. വിശദമായ ഈ സംഭവവികാസങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം സശ്രദ്ധം ഈ കാര്യങ്ങൾ കേട്ടു. അതിന്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷി ട്രിവാൻഡ്രത്ത് ഇന്നില്ല. ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അല്ല, അവരുന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. അന്നേരം കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസ്സാണ്. PV അൻവറിന്റെ ആരോപണത്തിലുള്ള പോലീസ് അന്വേഷണം അട്ടിമറിക്കാനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നതെന്ന് K സുരേന്ദ്രൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം രാജിവെക്കണം. PV അൻവർ MLA ആരോപണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് സംസ്ഥാനതല BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കടത്ത്, കൊലപാതകം തുടങ്ങി നിരവധി കേസുകളിൽ ആരോപണ വിധേയനായ ADGP അജിത് കുമാറിനെ മാറ്റിയാൽ മുഖ്യമന്ത്രിക്ക് തുടരാൻ കഴിയില്ല എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി ADGPയെ മാറ്റാത്തത്. BJP ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPക്കെതിരെ അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘത്തെ വെച്ചിട്ട് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത്? അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത്? അപ്പൊ ഇത് കള്ളക്കളിയാണ്. ഈ അന്വേഷണം തൃപ്തികരമല്ല. മുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെച്ച് അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് അനധികൃതമായി ടെലിഫോൺ ചോർത്തിയിരിക്കുന്നു, അതല്ല അന്വേഷിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് മയക്കുമരുന്ന് ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് അനധികൃത സ്വത്ത് സമ്പാദ്യം നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു.
സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. 2017-2024 കാലത്ത് ICICI ബാങ്കിൽ നിന്ന് ശമ്പളമായി 12 കോടിയിലധികം രൂപ മാധവി കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതേ കാലയളവിൽ തന്നെ ICICI പ്രുഡൻഷ്യലിൽ നിന്ന് മാധവി 22.41 കോടി രൂപയും ICICI ബാങ്കിൽ നിന്ന് 2 കോടിയിലധികം രൂപയും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഖേര ആരോപിച്ചു. 2017 ഏപ്രിൽ 5 മുതൽ 2021 ഒക്ടോബർ 4 വരെ സെബിയുടെ മുഴുവൻ സമയ അംഗമായിരുന്നു മാധവി. 2022 മാർച്ച് 2-ന് അവർ സെബി ചെയർപേഴ്സണായി നിയമിതയായി. സെബിയുടെ മുഴുവൻ സമയ അംഗമായിരിക്കെ ICICI ബാങ്കിൽ നിന്ന് 16.80 കോടി രൂപ ശമ്പള ഇനത്തിൽ കൈപ്പറ്റി. സെബിയുടെ മുഴുവൻ സമയ അംഗമായിരിക്കെ എന്തിനാണ് ICICIയിൽ നിന്ന് ശമ്പളം സ്വീകരിച്ചതെന്നറിയാൻ താല്പര്യമുണ്ടെന്നും ഖേര പറഞ്ഞു. പണം നിക്ഷേപിക്കുന്ന ഓഹരി വിപണിയെ നിയന്ത്രിക്കുക എന്നതാണ് സെബിയുടെ ഉത്തരവാദിത്വം. വളരെ പ്രാധാന്യമുള്ള ഉത്തരവാദിത്തമാണ് സെബിക്കുള്ളത്. സെബി ചെയർപേഴ്സണെ നിയമിക്കുന്നത് അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ്, പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമാണ്. സിംഗപ്പൂരിലെ കൺസൾട്ടിംഗ് സ്ഥാപനമായ ആഗോര പാർട്ട്നേഴ്സിന്റെ 100% ഓഹരികളും 2017 മുതൽ 2022 വരെ മാധവി കയ്യിൽ വെച്ചുവെന്നും പിന്നീടത് ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയെന്നുമാണ് മറ്റൊരു ആരോപണം ഉയർന്നിരുന്നു. ആസ്തി വിവരങ്ങൾ സംബന്ധിച്ച് സെബിക്ക് നൽകിയ റിപ്പോർട്ടിൽ വിദേശത്തെ ഇത്തരം നിക്ഷേപങ്ങൾ മറച്ചുവെച്ചുവെന്നതാണ് മറ്റൊരു ആരോപണം. മാധവി സെബിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തിരിക്കെ ബ്ലാക്ക് സ്റ്റോൺ എന്ന പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിന്റെ ഉപദേശകനായി സ്വന്തം ഭർത്താവ് ധവാലിനെ നിയോഗിച്ചെന്നാണ് മറ്റൊരു ആരോപണം. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേരളത്തിന് നേട്ടം. ഡാമിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണിയെന്ന ശക്തമായ നിലപാടാണ് കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിൽ എടുത്തത്. അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കേരളം വ്യക്തമാക്കി. കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന 12 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ തീരുമാനമെടുത്തു. സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി 2011 ഇതിനു മുമ്പ് ഇങ്ങനൊരു വിശദ പരിശോധന നടത്തിയത്. സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധിക്കും. 10 വർഷത്തിലൊരിക്കൽ രാജ്യത്തെ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്നാണ് കേന്ദ്ര ജല കമ്മീഷന്റെ സുരക്ഷാ പുസ്തകത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. 2011 മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായി സമഗ്ര സുരക്ഷാ പരിശോധന നടന്നത്. അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്ക് സുപ്രീം കോടതി തമിഴ്നാടിനെ 2014 നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് മേൽനോട്ട സമിതിയുടെ അംഗീകാരത്തോടെ അറ്റകുറ്റപ്പണിക്കായി തമിഴ്നാട് നീക്കം നടത്തിയത്. അതേസമയം കേരളത്തിന്റെ ആശങ്കകൾ കണക്കിലെടുത്ത് അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർ ജോസഫ് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ 2022 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി വിധിച്ചിരുന്നു. എന്നാൽ അണക്കെട്ടിൽ ആദ്യ അറ്റകുറ്റപ്പണി നടക്കട്ടെ, അതിനുശേഷം സമഗ്ര സുരക്ഷാ പരിശോധന എന്നതായിരുന്നു തമിഴ്നാടിന്റെ നിലപാട്. രൂക്ഷമായ മഴക്കെടുതിയിൽ വലഞ്ഞ ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾ. മഴക്കെടുതിയിൽപ്പെട്ട ആന്ധ്രാപ്രദേശിൽ 17 പേരും തെലങ്കാനയിൽ 10 പേരും മരിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും മിന്നൽ പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആവശ്യപ്പെട്ടു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ ആയിരക്കണക്കിന് ആളുകളെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്നും നാളെയും ആന്ധ്രയിലെയും തെലങ്കാനയിലും മിക്ക ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ആന്ധ്രയിൽ വെള്ളം കയറിയ താഴ്ന്ന മേഖലകളിൽ നിന്ന് ഏതാണ്ട് 13,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചെന്നാണ് കണക്ക്. റെയിൽവേ ട്രാക്കുകളിലും റോഡുകളിലും വെള്ളം കയറിയതോടെ കേരളത്തിലേക്കുൾപ്പെടെയുള്ള 140 തീവണ്ടികൾ ഇന്നലെയും ഇന്നുമായി റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തു. ഇതിനിടെ തെലങ്കാനയിലെ മെഹബൂബാദിൽ കാർ ഒഴുക്കിൽപ്പെട്ട് യുവശാസ്ത്രജ്ഞയും അച്ഛനും മരിച്ചു. ഈ വർഷത്തെ മികച്ച യുവശാസ്ത്രജ്ഞരിൽ ഒരാളായി തിരഞ്ഞെടുത്ത അശ്വിനി നുനാവത്, ഇവരുടെ അച്ഛൻ മോത്തിലാൽ നുനാവത് എന്നിവരാണ് മരിച്ചത്. തെലങ്കാന നാരായൺപേട്ടിലെ എക്കമേടുവിൽ വീടിന്റെ ചുമരടിഞ്ഞു വീണ് കർഷക തൊഴിലാളിയായ ഹരിജന അഹനുമമ്മ, മകൾ അഞ്ചലുമ്മ എന്നിവരും മരിച്ചു. ആന്ധ്രയിലെ പലേറിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ കുട്ടിയെ രക്ഷിച്ച് കരയിലെത്തിച്ച് തിരികെ അച്ഛനമ്മമാരെ എയർലിഫ്റ്റ് ചെയ്യാനെത്തിയപ്പോഴേക്ക് ആ വീടാകെ ഇടിഞ്ഞു തകർന്ന് ഇരുവരും മരിച്ചത് മറ്റൊരു സങ്കട കാഴ്ചയായി. പലേർ സ്വദേശി യാക്കൂബും
ഭാര്യയുമാണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ ഫോണിൽ വിളിച്ച് എല്ലാ കേന്ദ്ര സഹായവും ഉറപ്പു നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരോട് ജാഗ്രത പാലിക്കാനും പ്രളയബാധിത പ്രദേശങ്ങളിൽ അടിയന്തര സഹായത്തിന് നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാവൂ എന്നും മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആന്ധ്രാപ്രദേശിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച വിജയവാഡ ജില്ലയിലെ ബുഡമേരു നദി ഞായറാഴ്ച കരകവിഞ്ഞൊഴുകിയതോടെ പല നഗരപ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.